ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജാണ് എടുക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യത്തിനൊരു ഉത്തരം, ഏതെങ്കിലും വ്യക്തിയാവാം, ജോലിയാവാം, എന്തു തന്നെ ആയാലും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഒറാക്കിൾ ബുക്ക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ആദ്യം കുറച്ച് മെസ്സേജസ് നോക്കാം. ഓക്കെ, എന്താ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരുന്നതെന്ന്. മൈൻഡിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്നും ആലോചിക്കേണ്ട. നമ്മൾ ജനറലി ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞു. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കാം. ആൻഡ് ടാരോ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഓക്കെ, എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ, കുറേ നിങ്ങളെ ലെക്ചർ ചെയ്യാൻ, ഉപദേശിക്കാൻ, അല്ലേ? എല്ലാവരും പറയും അവസാനം ഞാൻ അവിടുന്ന് ഓടിപ്പോകും നിങ്ങളൊക്കെ, എനിക്കറിയാം. ഓക്കെ, ശരി, നമുക്ക് ലെറ്റ്സ് സീ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് ആദ്യം നോക്കാം. ആൻഡ് ദെൻ നമുക്ക് ടാരോ എനർജി. ഓക്കെ, ഇത് നമ്മൾ എത്ര ദിവസത്തേക്കാണ് ഞാൻ പിടിച്ചിട്ടില്ല. ഓക്കെ, അത് മനസ്സിലാലോചിച്ചില്ല. എത്ര ദിവസത്തേക്കുള്ളത് നോക്കണം. ഇതിപ്പോൾ എന്തായി ഡേറ്റ്? ഓഗസ്റ്റ് ലാസ്റ്റ്. ഓക്കെ, സെപ്റ്റംബർ 1 ആ സമയത്തേക്ക്. ഓക്കെ, സെപ്റ്റംബറിലേക്ക് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സെപ്റ്റംബർ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിൽ നമുക്ക് എന്താണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് എത്തിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സെപ്റ്റംബറിലേക്ക്, ഓഗസ്റ്റ് ഇത്രയായി. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് കുറച്ച് മെസ്സേജസ് തരൂ ഞങ്ങൾക്ക്, നല്ല മെസ്സേജസ്. അഡ്വൈസസ്. You have drawn the 6 of hearts. Go for it, but be kind to others along the way. 6 of hearts നമ്മുടെ 6 of pentacles എന്ന് പറയാം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊടുക്കുക എന്ന രീതിക്ക് പറയാറുണ്ട്. ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യൂ എന്നുമാണ്. ആൻഡ് അതൊരു സൈൻ തരുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ചെയ്തോളൂ. ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യൂ, മുന്നോട്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, പോകുന്ന വഴിക്ക്, അതായത് ബി കൈൻഡ് ടു അതേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ലാഭങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും പങ്കുവയ്ക്കാം. സന്തോഷങ്ങളായാലും ശരി, പണമായിട്ടായാലും ശരി, ജസ്റ്റ് വാക്കുകൊണ്ടായാലും ശരി. ഓക്കെ, എന്ത് തന്നെയായാലും നമ്മളൊരു സപ്പോർട്ട് എന്തു ആവാം, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ദാനങ്ങൾ ചെയ്യാവുന്ന രീതിക്ക് നമുക്ക് എടുക്കാം ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, ഇപ്പം നിങ്ങൾ പറയേണ്ട എനിക്ക് ഒരു 10,000 കിട്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് 1,000 കൊടുക്കുക എന്ന് പറയരുത്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അത് തെറ്റാണ്. നിങ്ങളൊരു 1000 അല്ലെങ്കിൽ 100 കിട്ടിയാൽ പോലും അതിൻ്റെ ഒരു ശതമാനം, 1 രൂപ, 2 രൂപ, 5 രൂപ, വട്ടെവർ, ഏറ്റവും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആ എമൗണ്ടിൻ്റെ ഇതിനല്ല പറയുന്നത്. അതായത് നിങ്ങൾ കണക്കാക്കുക. ഒരാൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ചായ വാങ്ങിക്കൊടുക്കുക, ഒരു നേരത്തെ ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുക, അത്രയെങ്കിലും. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അത് എല്ലാ ദിവസവും എന്നല്ല, പക്ഷെ ഒരു മാസത്തിലൊരിക്കൽ എന്ന് കണക്കാക്കിക്കോളൂ. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾ കൊടുക്കുക. എത്ര കുറവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം. ഓക്കെ, കുറേ ഉണ്ടായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റും, അല്ലേ? സോ കുറച്ചുള്ളപ്പോഴായാലും മറ്റുള്ളവർക്ക് കൂടി അതിൽ നിന്ന് ഒരു പങ്ക് നിങ്ങൾ കൊടുക്കുക. അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം നോക്കിയിട്ട് ചെയ്യണം. അത് മാത്രമല്ല, ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർക്കും ചെയ്യാം, അങ്ങനെയുണ്ട്. ഓക്കെ, എല്ലാം നോക്കി. പക്ഷെ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും കുറച്ച് ഷെയറിങ് കൂടി ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ആക്ച്വലി വേറൊരു കാര്യം, ഇത് നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ നിങ്ങൾക്കും ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. പക്ഷെ അത് മോഹിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നാലും ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രം. നമ്മൾ നല്ലത് പ്രവർത്തിക്കുമ്പോൾ നമ്മളിലേക്ക് നല്ലത് കൂടുതൽ അട്രാക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഓക്കെ, സോ ആദ്യം തന്നെ അഡ്വൈസും കൊണ്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങിയിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഓക്കെ, ഒരു മെസ്സേജ് കൂടി. ഓക്കെ, ഓൺലി ഇഫ് യു വാണ്ട് ഇറ്റ് ബാഡ് ഇനഫ് സേസ് ദ സൈക്കിക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം അത് വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹം എന്ന് പറയില്ലേ, അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്കത് വിട്ടുകളയാൻ പറ്റുന്നില്ല. അത്രത്തോളം നിങ്ങളുടെ മനസ്സിലത് കിടക്കുന്നുണ്ട്. ഊണിലും ഉറക്കത്തിലും നിങ്ങൾക്കത് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് വിചാരിക്കുക. അത് തെറ്റാണെന്ന് അറിഞ്ഞാലും ശരി, നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാലും ശരി, അത് ഞാൻ ചെയ്യരുത് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലും ശരി, മറ്റുള്ളവരെല്ലാവരും പറയുന്നുണ്ട് അത് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അത് വേണ്ട, ആ റിലേഷൻ ഒന്നുമില്ലെങ്കിൽ ബന്ധം വേണ്ട, ആ ഒരു ജോലി വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന ആ ലൈൻ നിങ്ങൾ കയറണ്ട എന്ന് എന്ത് തന്നെ ആരെങ്കിലും പറയാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം സപ്പോസ് ഒരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം, ഇല്ല
പറ്റുന്നില്ല, എനിക്ക് ഇതന്നെ വേണം, എനിക്കിത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, നേരത്തെ തന്നെ പറഞ്ഞു ഗോ ഫോർ ഇറ്റ് എന്ന്, വീണ്ടും അതേതാ പറയുന്നത്. നിങ്ങൾ പക്ഷെ ആ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാത്തത്. ഓക്കെ, വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, വേറെ ആരെങ്കിലും കുറേ പേര് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ അത്രത്തോളം അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ. ഓക്കെ, ഒരു പേഴ്സൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നിങ്ങൾക്കറിയാം ആ ഒരു വ്യക്തിയെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടാവും ശരിയല്ല, ആ വ്യക്തി വേണ്ട, നിങ്ങൾ ശരിയല്ല, ആ റിലേഷൻഷിപ്പ് വിട്ട് കളയാം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ ആ ഒരു അതിയായ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഗോ ഫോർ ഇറ്റ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ചിലപ്പോൾ ചില സമയത്തുണ്ടല്ലോ നമുക്ക് തെറ്റാണെങ്കിൽ പോലും നമ്മളത് ചിലത് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അപ്പോഴേ നമ്മൾ ചില ലെസൺ പഠിക്കുള്ളൂ. ആ ലെസൺ പഠിക്കുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ടെൻഷൻ അടിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ യെസ് എനിക്കത് വേണം, എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, തെറ്റായാലും ശരിയായാലും കുഴപ്പമില്ല, ഗോ, നടക്കട്ടെ. എല്ലാം അനുഭവങ്ങളാണ് അല്ലേ. ഓക്കെ, ഒരു പേര് കൂടെ എടുത്തേക്കാം. ഓക്കെ, ദ ടീ ലീവ്സ് ഹാസ് ഫോംഡ് എ ക്ലോവർ ഇൻഡിസ്പ്യൂട്ടബിളി യെസ്. ക്ലോവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ഇലയുള്ള ക്ലോവർ വരാറുണ്ട്. അറിയോന്നറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോന്നറിയില്ല. ക്ലോവർ ഷേപ്പ് ആണോ, എനിവേ ഒരു 4 ഇലയാണ്, എതളാണ് അതിനുണ്ടാവുക, പൂവല്ലാതെ ഒരു ഇല പോലെയാണ് അത് കാണാം. അപ്പോൾ അത് ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്കാണെന്ന് പറയാം. ആ 4 ഇതളുള്ളത് അത്ര പെട്ടെന്ന് കിട്ടില്ല അത്ര. ഓക്കെ, അങ്ങനെ ആ ക്ലോവർ എന്ന് പറയുന്നതിനെ ലക്കി സൈനായിട്ട്, ലക്കി സിമ്പിൾ ആയിട്ടാണ് പറയാം. ഓക്കെ, ആ ലക്കി എനിക്ക് പിക്ചർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിലിട്ട് വെക്കാം, ഇല്ലെങ്കിൽ സോറി. ഓക്കെ, സോ ആ ക്ലോവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ലക്ക് വരുന്നുണ്ട്, ലക്ക് നിങ്ങളുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഡിസ്പ്യൂട്ടബിളി യെസ്, നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തൊരു കാര്യമാണോ ഉള്ളത്, അതിനൊരു സ്ട്രോങ് യെസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യൂ. കാര്യങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് പോയി ചെയ്യൂ. ആൻഡ് ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ടാരോ നോക്കാം. ഇനിയിപ്പോൾ സിറ്റുവേഷനെ കുറിച്ച് ഇതങ്ങോട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്താ കൊണ്ടുവരുന്നത് നോക്കാം. ഇതിപ്പോൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ യൂണിവേഴ്സ് ഗോ ഹെഡ് തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്തെങ്കിലും കൂടുതൽ പറയുന്നുണ്ടോ എന്താ നോക്കാം. 5 of Cups ആണ്, 7 of Cups, Page of Swords, 10 of Cups, 4 of Swords, 9 of Swords, Emperor, wow, and the Lovers card, King of Wands. വേണ്ട, അത്ര മതി. ഓക്കെ, ഒന്നാമത് ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ലവേഴ്സ് എനർജിയിൽ എടുക്കണ്ട. ചിലവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ലവേഴ്സ് എനർജി ആയിട്ട് എടുത്തോളൂ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനെ കുറിച്ച് റീയൂണിയൻ ആണ് ആക്ച്വലി. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു സോൾ കണക്ഷൻ റീയൂണിയൻ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മുന്നോട്ട് വരാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊരു റീയൂണിയൻ എന്ന് പറയാം, ഒരു യൂണിയൻ എന്ന് പറയാം, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്നു എന്ന് പറയാം, നിങ്ങൾക്കൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് പറയാം. ഓക്കെ, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അല്ലാത്തവർക്ക് ഇതൊരു ചോയ്സ് എന്നെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് ഒരു 2 സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു സ്റ്റേജ് വരും എന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തീരുമാനം, നമ്മളിപ്പോൾ ഓൾറെഡി അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആലോചിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്, ചോയ്സ് എടുക്കാൻ. അതായത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ ഉറച്ചാദ്യം തീരുമാനം എടുക്കാം. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് മുൻപുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർത്തുകൊണ്ടിരിക്കരുത്, പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കരുത്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക, മുന്നോട്ട് ധൈര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, പാസ്റ്റിൽ നടന്നു, അത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമത്തിലാണ് ഇരിക്കുന്നത്, ഒരുപാട് സ്ട്രെസ്സിലാണ് ഇരിക്കുന്നത്, ഉറക്കം പോലും കളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കുറേ. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. ഓക്കെ,
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ചോയ്സസ് വേറെയും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് 7 കപ്പാണ്, ഇത് 5 കപ്പാണ്. ഓക്കെ, അപ്പോൾ 7ൽ നിന്ന് 2 പോയി, ശരിയാണ്. ഓക്കെ, 2 നിങ്ങൾക്ക് സോറി 7ൽ നിന്ന് 5 നഷ്ടപ്പെട്ടു, പക്ഷെ 2 ഇപ്പോഴും ബാക്കിയുണ്ട് നിങ്ങളുടെ കയ്യിൽ, അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതിനെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഓർത്തോർത്ത് പാസ്റ്റിനെ ഓർത്തോർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് നഷ്ടം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലോസ് ആയിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചതായിരിക്കാം, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട കാര്യമായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടു, എന്തെങ്കിലും വേറെ എന്തെങ്കിലും അങ്ങനെ വേണ്ട, സ്ട്രോങ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലോണം ഹെൽത്ത് ബാധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഓക്കെ, ചിലവർക്ക് ഹെൽത്ത് ബാധിച്ച കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട് മേ ബി ഡിപ്രഷൻ അങ്ങനത്തെ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ബാക്കി ഉണ്ട്, ഇനിയും 2 കപ്പ് ബാക്കി ഇരിക്കുന്നുണ്ട്. ഇതിലും ടാരോ ഡെക്ക് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ നോർമൽ ടാരോ എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അറിയില്ല. 3 കപ്പ് വീണ് കിടക്കും, 2 കപ്പ് നിൽക്കും എന്നാണ്. ഓക്കെ, സോ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, പേടിക്കണ്ട. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ജോലി പോയി എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, വലിയൊരു സിറ്റുവേഷനാണ്, എനിക്കറിയാം. പക്ഷേ ജോലിയെ നഷ്ടപ്പെട്ടുള്ളൂ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ പഠിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി, നിങ്ങൾക്കായിട്ടുള്ള ചില ഗുണങ്ങൾ, ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആരോഗ്യം, ഓക്കെ, ആരോഗ്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിപ്രഷനിൽ പോയിട്ട് അത് കളയരുത്. ഓക്കെ, ഇത് നിങ്ങൾ വളരെ സൂക്ഷിക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ്. ഓക്കെ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാലും, പക്ഷെ ആരോഗ്യം ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. സോ വളരെ വളരെ ശ്രദ്ധിക്കുക, പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, എല്ലാവരും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കാൻ വരെ നിങ്ങൾ അനുവദിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെയാണ് തോറ്റു പോകുന്നത്. ഓക്കെ, നിങ്ങളല്ലാതെ ജോലി പോയതുകൊണ്ട് നിങ്ങൾ തോൽക്കില്ല, പക്ഷെ ജോലി പോയ കാര്യം നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കിടപ്പിലോ വേറെ എന്തെങ്കിലും അസുഖമോ ഡിപ്രഷനോ ഒക്കെ വന്ന് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ മുന്നോട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ മനസ്സിലാക്കുക. സോ പോസിറ്റീവായിട്ട് മൈൻഡിനെ മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ഓപ്ഷൻസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ആക്ച്വലി വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ മതി. നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കും, നിങ്ങൾ ചൂസ് ചെയ്യുക. ബിക്കോസ് ഇതൊരു സ്റ്റെപ്പ് എടുക്കുന്ന കാര്യമാണ്. പേജ് ഓഫ് സോർട്സ് ആണ്, നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഓക്കെ, ഒരു ആക്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനുള്ള അതിനൊക്കെ ക്ലിയർ ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഓപ്ഷനിൽ ഇനിയിപ്പോൾ ഏത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ചോയ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ആ ചോയ്സ് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് സന്തോഷങ്ങളാണ്, ഹാപ്പിനെസ് ആണ്. ഇത് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം, ഫാമിലി ഹാപ്പിനെസ്, ഒരു ഫാമിലി, കുടുംബം, നിങ്ങളുടെ ജസ്റ്റ് സ്വന്തം നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന രീതിക്ക്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ജോലിയുടെ കയ്യിലൊക്കെ നിങ്ങൾക്ക് ഈവൻ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് വളരെ ഒരു ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഒരു ജോലിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വിശ്വസിക്കാമെന്ന് മാത്രമല്ല യൂണിവേഴ്സ് അത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട. നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഓപ്ഷൻസ് വരും, നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് കിട്ടും, വഴികൾ തുറന്ന് കിട്ടും. നിങ്ങൾ അതിന് തയ്യാറായാൽ മാത്രം മതി. ഓക്കെ, നിങ്ങളെ ബാധിക്കാൻ, എനിക്കത് പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. ആരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവാം, വിഷമിക്കുന്നുണ്ടാവാം. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കുക, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. എനിക്കറിയാം മനസ്സിലാവുന്നുണ്ട് വിഷമങ്ങൾ. ഓക്കെ, ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ചിലത് നഷ്ടപ്പെടുന്നത് ബെറ്റർ വരാനുള്ളതാണെന്ന് വിചാരിക്കൂ, വിചാരിക്കുന്നതല്ല, മനസ്സിലാക്കൂ. അതാണ് സംഭവം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പോകാനുള്ളതായിരുന്നു, അത് പൊക്കോട്ടെ. അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ പഴയതിനെ ഓർത്തോർത്ത് നിങ്ങൾ അതിൽ സ്ട്രെസ് അടിച്ച് ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഓർമ്മ വയ്ക്കാം. സോ ഒരിക്കലും അങ്ങനെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് വരെ നിങ്ങൾ പോകരുത്. നിങ്ങൾ തോൽക്കുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ തോൽക്കില്ല. ഓക്കെ, ആ വീണടുത്തുനിന്ന് നമ്മൾ എഴുന്നേക്കാതിരിക്കുന്നത്, ഇതൊക്കെ കോട്ട് തന്നെയാണ്, പക്ഷെ ഞാനിവിടെ ഇവിടെ പറയുന്നു. ഓക്കെ, അങ്ങനെ വീണടുത്തുനിന്ന് നിങ്ങൾ എഴുന്നേക്കാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളെ ബാധിക്കാൻ വിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ തോൽക്കുന്നത്. ഓക്കെ, ഒരിക്കലും അത് ആർക്ക് വേണ്ടിയിട്ടും എന്തിനു വേണ്ടിയിട്ടും അങ്ങനെ തോറ്റു കൊടുക്കരുത്. ഓക്കെ, വീണ്ടും ശ്രമിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വരും, വഴികൾ തുറന്നു കിട്ടും. നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ള കഴിവുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് ആണ്.
കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് വളരെ കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട്, യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കഴിവുകൾ. ഓക്കെ, നിങ്ങൾക്ക് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് മാത്രമല്ല ഒരു കഴിവ്, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനുള്ള ഒരു സാമർത്ഥ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. മൂൺ കാർഡ്, നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ഇരുന്ന് കളയല്ലേ പ്ലീസ്. ഓക്കെ, ഇമോഷണൽ ആയിട്ട് ഇരുന്ന് നിങ്ങളിങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് വരരുത്. ഓക്കെ, എൻ്റെ ഒരു നിങ്ങൾ എന്നെ ഈ കാണുന്ന ഈ ചാനൽ കാണുന്ന ഓക്കെ, നിങ്ങൾക്ക് എന്നോടൊരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് എങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാം. ഓക്കെ, സോ ചോയ്സ് നിങ്ങൾ എടുക്കാനുണ്ട്. തീരുമാനം ആക്ച്വലി ഈ തീരുമാനമായിരിക്കും. അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണോ ആക്ഷൻ എടുക്കണോ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, പക്ഷെ ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ എത്ര നല്ലതാണ് വരുന്നത്. ഓക്കെ, 10 ഓഫ് കപ്സ്, എംപറർ കാർഡ്. പക്ഷെ ഇത് മാറ്റിയെടുക്കാനുള്ള തീരുമാനം ആരാ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ എന്നെയും കൂടെ വിഷമിക്കിപ്പിക്കല്ലേ. ഓക്കെ, എന്തായാലും നല്ലത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെല്ലാം യൂണിവേഴ്സ് അതിലും ബെസ്റ്റ് തന്നിട്ട് റീപ്ലേസ് ചെയ്യും. നിങ്ങൾക്ക് പേടിക്കുക വേണ്ട ഒരിക്കലും. ഓക്കെ, സമയം കുറച്ച് വൈകുമായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ലേശം സമയം എടുക്കുമായിരിക്കും, വൈകുമായിരിക്കും, പക്ഷെ ഒരിക്കലും അത് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഹിന്ദിയിൽ പറയുന്നൊരു കോട്ടുണ്ട്, ഭഗവാൻ കി ഘർ മേ ദേർ ഹേ അന്തേർ നഹീന്ന്. എന്നുവെച്ചാൽ അല്പം സമയം എടുക്കും, പക്ഷെ അന്തേർ എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ട് അല്ലേ? ഇരുട്ടല്ല, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതിനെ ഹിന്ദിയിൽ പറയുമ്പോഴാണ് പോട്ടെ, അല്പം വൈകിന്നേ ഇരിക്കുള്ളൂ, പക്ഷെ ജസ്റ്റിസ് കിട്ടാതിരിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് മെസ്സേജസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാലൻസ്, സീബ്ര. ഓക്കെ, 9 ഓഫ് നമ്മൾ ഇത് നോക്കുന്നില്ല, ടാരോ നോക്കണ്ട, ജസ്റ്റ് മെസ്സേജസ് നോക്കാം. സീ ലയൺ ആണ് ഇവിടെ. 4 ഓഫ് ഓക്കെ, സ്ക്വിറൽ എനർജി, 4 ഓഫ് വിന്റർ, 4 വന്നിട്ടുണ്ട്, ബാലൻസും ഉണ്ട്. ഓക്കെ, ലവ്, മൈ ഗാഡ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇവിടെ 2 ഓഫ് ഇത് സോഡ്സോ 2 ഓഫ് സോഡ്സ് അല്ലെങ്കിൽ 2 ഓഫ് വൺസ് ആയിരിക്കാം കേട്ടോ. Okay, you may be under stress because of multiple jobs or too many responsibilities for one person to manage. It is important to balance your work and personal life and bring a spirit of fun to all you do. Okay, ചിലവർക്ക് നിങ്ങൾ ഇതിപ്പോൾ എനിക്കിവിടെ നമ്മുടെ മറ്റേ മെസ്സേജസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഒന്ന് വേണോ വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചോയ്സിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളോട് എല്ലാം ബാലൻസിൽ കൊണ്ടുപോകാൻ. ഓക്കെ, എന്ന് മാത്രമല്ല ഒരു തീരുമാനം എടുക്കുക എന്ന രീതിക്കും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡ് വീണ്ടും വന്നു. ഓക്കെ, നമ്മുടെ ബോട്ടം ഡെക്ക് നേരത്തെ വന്ന അതേ കാർഡ് ഇനി അത് പറയാം. ഓക്കെ, ഇവിടെ ബാലൻസ്, by merging varying points of view you can generate an extraordinary new idea, compromise with others and collaborate to discover a better solution. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ലേശം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കാര്യങ്ങളെ ഒന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ല, ആക്ച്വലി 7 ഓഫ് കപ്സ് എന്താണ്, ഓപ്ഷൻസ് ആണ് അല്ലേ? ഓപ്ഷൻസ് പറയാം, അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയാം. ഓക്കെ, പല ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാം, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട് എന്ന് പറയാം. അതിനെല്ലാം നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾക്കെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്, പുതിയ വഴികൾ തുറന്നു തരും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ബാലൻസ് കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് പറയാനുള്ള ബാലൻസ് നിങ്ങളുടെ പേഴ്സണൽ എന്താ പറയുക, പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ സൈഡ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരുപാട് ഇമോഷണൽ ആയിട്ട് പോകരുത്, കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങുക, എന്നാലേ ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് ഇമോഷണലായിട്ട് നമ്മൾ ശരിക്കും അതിന് വേറെ വാക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇമോഷണലായിട്ട് ഒരുപാട് ഇതായി പോകരുത്. ഓക്കെ, 9 ഓഫ് വിന്റർ ആണ് ഇവിടെ. യുവർ വറീസ് ആൻഡ് ഫിയേഴ്സ്, 9 ഓഫ് സോഡ്സ്. ഞാൻ ഡെക്ക് ഷഫിൾ ചെയ്തു അല്ലേ, കഷ്ടമായിപ്പോയി. 9 ഓഫ് സോഡ്സ് എനർജിയാണിത്. എനിക്ക് നിങ്ങൾ ശരിക്കും ആ 9 ഓഫ് സോഡ്സ് എനർജി എന്താ പറയുക, ഉറക്കം കൂടി കളഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ടെൻഷനാണെന്ന് പറയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ്. ഓക്കെ, നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടി നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ടെൻഷൻസ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ മനസ്സ് ആലോചിക്കുമ്പോൾ മുഴുവൻ നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ആ 9 ഓഫ് സോഡ്സ് പറയാം നമ്മൾ. സോ യുവർ വറീസ് ആൻഡ് ഫിയേഴ്സ് ആർൻറ്റ് റിയൽ. ശരി, അതൊന്നും സത്യമല്ല എന്നാണ് പറയുന്നത്, നിങ്ങളുടെ പേടികൾ. ഓക്കെ, ദേ ആർ ഫ്യൂൾഡ് ബൈ ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ് വിച്ച് ഗിവ്സ് പവർ ടു ദാറ്റ് വിച്ച് യു ആർ അഫ്രെയ്ഡ് ഓഫ്. ഓക്കെ, സ്റ്റോപ്പ് വറിങ്. ഓക്കെ, ഇതൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ചിന്തിച്ചാൽ, ഞാനിത് ഒരുപാട് തവണ ഞാൻ റീഡിങ്സിൽ പറയാറുണ്ട്, നിങ്ങളുടെ മൈൻഡ് എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ ക്രിയേറ്റ് ആവും.
ഓക്കെ, അത് തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അത് തന്നെ നടക്കും. സോ മാറ്റി ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് 4 of Autumn എന്ന് പറയുമ്പോൾ ഇത് 4 of Pentaclesൻ്റെ ആണ് നമ്മുടെ. ഓക്കെ, ബി കോഷ്യസ് അബൌട്ട് ലിവിങ് എ ലൈഫ് ഓഫ് എക്സ്ട്രീംസ് or seeing things in black and white terms. Consider, for example, whether you are spending too much or hoarding, okay, giving too much, ഇമോഷണലി വേഴ്സസ് ബിൽഡിംഗ് വാൾസ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹോൾഡിംഗ് ബാക്കിൻ്റെ എനർജിയാണ്. നമ്മൾ പറയാണ്ട് 4 of Pentacles പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ അടക്കി വെച്ചിരിക്കുക എന്ന് പറയും അല്ലേ, ഈ കാർഡ് ഓർമ്മയില്ല, നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്ന കോയിൻസ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അങ്ങനെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ തുറന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾ ചില കാര്യങ്ങൾ ഓവറായിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയണ്ട, കുറച്ച് കൺട്രോൾ ചെയ്യൂ എന്നുമാണ്. നിങ്ങൾ എങ്ങനെയാണ് സിറ്റുവേഷൻ നിങ്ങളുടെ ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അല്ല ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായാലും സ്പെൻഡ് ചെയ്യേണ്ട അവിടെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിശുക്കി വെക്കാൻ പാടില്ല. അല്ലാതെ സ്പെൻഡ് മീൻസ് ഓവർ സ്പെൻഡിങ് ചെയ്യുന്നുണ്ടോ അതോ കുറവാണോ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ചൊരു ബാലൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 4 of Pentacles. എനിവേ ഇത് മാത്രമല്ല, ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട, പോകും, ധൈര്യത്തിൽ മുന്നോട്ട് പോകും. 4 of Winter. ഇത് എല്ലാം സെയിം കാർഡ്സാണ് വന്നത്. ഞാൻ ഇപ്പോഴാണ്, ഓ മൈ ഗോഡ്, ഇത് 4 of Swords ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ലെവലിൽ നിങ്ങൾ thoroughly think through before making a decision. Continuing to overanalyze isn't going to get you closer to the solution, but meditation and prayer will bring answers. Okay, actually നമ്മുടെ 4 of Swords നമ്മുടെ റെസ്റ്റിംഗ് എനർജി എന്ന് കൂടി പറയാം. ഓക്കെ, നിങ്ങളോട് പറയുന്ന ലേശം റെസ്റ്റ് എടുക്കൂ എന്നുകൂടി. ഓക്കെ, അതായത് കുറച്ചൊന്ന് സമാധാനമായിട്ടിരിക്കൂ, ശാന്തമായിട്ടിരിക്കൂ. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടി, 9 of Swords നെഗറ്റീവ് ആലോചിച്ച് കൂട്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി ഷഫിൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ഇഷ്ടമായി പോയി, ഇവിടെ വെക്കായിരുന്നു. ഓക്കെ, ഇവിടെയുണ്ട്. യെസ്, ഐ വോണ്ട് ടു ടേക്ക് ദറ്റ് കാർഡ്സ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഓക്കെ, തപ്പി പിടിച്ച് കിട്ടി. ഓക്കെ, കാർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത്, ലവേഴ്സ് കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഇത് രണ്ടും അല്ലേ, 9 of Swords, 4 of Swords. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇമോഷണൽ ഒരുപാടായിട്ട് നിങ്ങളെ കൂടുതൽ സ്ട്രെസ് അടിച്ച് നിങ്ങൾ വേണ്ടാത്തത് ആലോചിച്ച് കൂട്ടി, നെഗറ്റീവ് ആലോചിച്ച് കൂട്ടി നിങ്ങൾ അവനവനെ ഇതാക്കണ്ട. ഓക്കെ, ഇതൊന്ന് റെസ്റ്റിംഗ് എടുക്കുന്ന കാര്യം കൂടിയാണ്. കുറച്ച് റെസ്റ്റ് എടുക്കുക. ഓക്കെ, റെസ്റ്റ് എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് നിങ്ങൾ ശാന്തമാക്കുക എന്നുകൂടി പറയാം. ഓക്കെ, നെഗറ്റീവ് ഒരുപാട് ആലോചിച്ച് കൂട്ടണ്ട എന്നുകൊണ്ട് ഹെൽത്തിനെ ബാധിക്കേണ്ട. ഓക്കെ, നിങ്ങളെ തന്നെ ബാധിക്കേണ്ട. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു ചോയ്സിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ആൻഡ് ലവേഴ്സ് കാർഡ് നമുക്ക് നേരത്തെ വന്നിരുന്നു, അത് ഞാൻ ഐ തിങ്ക് പോയി, സാരില്ല. ഓക്കെ, സോ ഇവിടെ 10 of Cups വന്നിരുന്നു. നമുക്ക് സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യാൻ പഠിക്കുക, അവനവനെ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ലവേഴ്സ് കാർഡ് ഉണ്ട് ഇവിടെ. ട്രൂ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ലവ് ഫൈൻഡ്സ് ഇറ്റ്സ് വേ ഇൻ ടു യുവർ ലൈഫ്. ഫോളോ യുവർ ഹാർട്ട് വിത്ത് കെയറിങ് ആക്ഷൻസ് ആൻഡ് ചോയ്സസ്. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലവിങ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡെവലപ്പ് ആവുന്നതായിട്ട്. ഓക്കെ, അതൊരു സോൾമേറ്റ് ആവാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം. ഓക്കെ, വളരെ നിങ്ങൾ ഓൾറെഡി അറിയുന്നൊരു വ്യക്തി, പാസ്റ്റിൽ അറിയുന്നൊരു വ്യക്തി തന്നെ ആയിരിക്കും. അത് വരുന്നത് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് റിയൂണിയൻ ആയിരിക്കാം. ഓക്കെ, വിട്ടുപോയവർ തിരിച്ചു വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ലവേഴ്സ് കാർഡ്. ഇതിൽ നമുക്കിപ്പോൾ പറയുന്നത് ട്രൂ ലവ് എന്നാണ്. ബട്ട് അത് മാത്രമല്ല, ലവേഴ്സ് എനർജി ഞാൻ പറഞ്ഞു ചോയ്സിൻ്റെ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ തീരുമാനം എടുക്കണം ആൻഡ് നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യും വേണം. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ലവേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും, സന്തോഷങ്ങൾ വരും, നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവും. ഓക്കെ, എന്ത് തന്നെ കാര്യമാണെങ്കിലും നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും. പക്ഷെ അതിന് വേണ്ട സ്റ്റെപ്സ് നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ, ആക്ഷൻ നിങ്ങൾ എടുക്കാം. ഓക്കെ, നമ്മുടെ പേജ് ഓഫ് സോർട്സ് പറഞ്ഞ പോലെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവാം. ഓക്കെ, ഈവൻ ഇതിനായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെന്തോ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നത് ഫോളോ യുവർ ഹാർട്ട് വിത്ത് കെയറിങ് ആക്ഷൻ ആൻഡ് ചോയ്സസ്. ഓക്കെ, നിങ്ങൾ കൂടി പേഴ്സൺ, ഇപ്പോൾ ഏതെങ്കിലും പേഴ്സണൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അതിനൊന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം ഉണ്ടാവും, കോംപ്രമൈസ് വേണ്ട കാര്യം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കണോ, നോക്കൂ, ആലോചിക്കൂ. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരും. ഓക്കെ, കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് ചില അഡ്വൈസ് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അവനവനെ ആദ്യം പോസിറ്റീവ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.